നല്ലൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓറഞ്ച് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കനിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു സമയം കൊണ്ടൊരു ഇതിനാവശ്യമായിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 5 ഓറഞ്ച് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ എനിക്കിത് 1/2 കപ്പ് പ്യുവർ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഡാർക്ക് സോയ് സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലോട്ട് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കോൺഫ്ലോറിൻ്റെ കോട്ടിങ് എല്ലാ പീസസിലും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒറ്റ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൊണ്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓയിൽ എടുക്കുക. പിന്നെ അതിൽ ഫുൾ പോർഷൻ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഹാഫ് പോർഷനാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിനെ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് എല്ലാ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്ത ശേഷം നമുക്ക് ഓറഞ്ച് ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുക. പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ജ്യൂസ് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു ഓറഞ്ച് ജ്യൂസിലേക്ക് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത ശേഷം തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് കുറുകിയിട്ട് വരും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് ഒരല്പം സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളും കൂടെ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.